എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറിയിൽ നമ്മൾ ഒരു ദിവസം എന്തെഴുതി തുടങ്ങണം എന്നുള്ളതാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞു തുടങ്ങേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ രാത്രി ഇറങ്ങാൻ പോകുന്നതിന് മുന്നേയും ഈ ഒരു എഴുത്ത് ശീലമാക്കുക. അതായത് അഫർമേഷൻസ് എഴുതണം, പക്ഷെ അതിന് മുന്നേ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതായത് നന്ദി. ആ ദിവസം എന്തൊക്കെ ഉണ്ടായോ അതിനെല്ലാം നന്ദി പറയുക. എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും, അതായത് അന്നത്തെ ദിവസം ലഭിച്ച ആഹാരത്തിന് നന്ദി. ഇന്ന് നമ്മൾ ചിലപ്പോൾ അന്നത്തെ ദിവസം പുറത്തൊക്കെ പോയപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം. ആ ആൾക്ക് നന്ദി. പുതിയതായിട്ട് പരിചയപ്പെട്ട ആ ഒരു വ്യക്തിക്ക് നന്ദി. നമ്മുടെ സൗഹൃദങ്ങൾക്കെല്ലാം നന്ദി പറയുക. നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും നന്ദി പറയുക. നമ്മുടെ ബന്ധങ്ങൾക്ക്, അത് ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കൾ, അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങൾക്കും നന്ദി പറയുക. ഇതൊക്കെ ഡെയിലി എഴുതണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി എഴുതണം. ഡെയിലി എഴുതുമ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സിറ്റിക്ക് കൂടിയാണ് പോകുന്നത്. ആ ഒരു നന്മ നമ്മളിലേക്ക് തിരിച്ചെത്തും. നമുക്ക് ഉറപ്പായിട്ടും നന്മകൾ മാത്രമേ വരികയുള്ളൂ. നമ്മൾ വിചാരിക്കുന്നതെല്ലാം പതുക്കെ പതുക്കെ നടത്തിയെടുക്കാനായിട്ട് ഏറ്റവും ഫസ്റ്റ് ഉണ്ടാവേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒരുങ്ങി അല്ലേ, നമ്മൾ നന്നായിട്ട് ഒരുങ്ങി പോവുക. അതായത് പുറത്ത് പോകുമ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ കാണും. നമ്മളിതൊക്കെ ഉള്ളത് കാരണം നേരെ ജീവൻ ഒരുങ്ങത്തില്ല. കാരണം എപ്പോഴും ആ ഒരു മൈൻഡിലായിരിക്കും, ആ ഒരു സ്ട്രെസ് മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു സങ്കടപ്പെട്ടൊരു മൈൻഡിലായിരിക്കും. അത് മാറ്റണം. നമ്മൾ പുറത്ത് പോകുമ്പം പതുക്കെ പതുക്കെ നന്നായിട്ട് ഒരുങ്ങി തുടങ്ങുക. എന്നിട്ട് കണ്ണാടിയിൽ നോക്കുക, ഒന്ന് ചിരിക്കുക. 24 hours ജസ്റ്റ് ഒരു സ്മൈല് ഫേസിൽ വരുത്താനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ അങ്ങനെ വരുന്നില്ലെങ്കിലും നമ്മളെ തന്നെ നിർബന്ധിച്ച് അങ്ങ് ചെയ്തേക്കുക. എപ്പോഴും ഒരുങ്ങി നടക്കാൻ നോക്കുക. അത് നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസും ഒരു സന്തോഷമൊക്കെ കൊണ്ടുതരും. എവിടെ പുറത്ത് പോയാലും നിങ്ങൾക്ക് എങ്ങനെ പോകാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് നിങ്ങളെ എങ്ങനെയൊക്കെ ഒരുക്കി നടത്താൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവോ അതുപോലെയൊക്കെ വീണ്ടും തുടങ്ങാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നതിന് നന്ദി എന്ന് എപ്പോഴും കണ്ണാടിയിൽ നോക്കി ചിരിച്ചുകൊണ്ട് പറയുക. രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കി സ്വന്തമായിട്ട് നോക്കി ചിരിക്കാൻ നോക്കുക. ആ ചിരി എപ്പോഴും മുഖത്തുണ്ടാവാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. ഇതൊക്കെ മെഡിറ്റേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം നമ്മുടെ മൈൻഡിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള വഴികളാണ്. നമുക്ക് പ്രത്യേകിച്ച് പുറത്തൊരു ക്ലാസ്സിലോ അങ്ങനെയൊന്നും പോകണ്ട. നമുക്ക് ഈ വീഡിയോസ് കണ്ടാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളും ചേഞ്ചുകളും വരുത്താനായിട്ട് സാധിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതുക മാത്രമല്ല, വെളുപ്പാൻകാലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുറ്റത്തുകൂടി നടന്ന്, അല്ലെങ്കിൽ ഫ്ലാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നടന്നുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാൽക്കണിയിൽ നടന്നുകൊണ്ട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നടക്കും. വെളുപ്പിനെയും രാത്രി കിടക്കുന്നതിന് മുന്നേയും അങ്ങനെ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫ് മാറിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു വരുന്ന ഓരോ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതുമയുള്ള എന്തെങ്കിലും ഒന്ന് വരും നമ്മുടെ ഓരോ ദിവസവും ജീവിതത്തിലേക്ക്. അതെല്ലാം എന്താണെന്ന് ഓർത്തെടുത്ത് അതൊക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പുറത്തോട്ടിറങ്ങി വെളുപ്പൻ കാലത്തൊന്ന് നടക്കുന്ന സമയത്ത് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. ഒപ്പോണ പ്രയർ എപ്പോഴും ഒരു ശീലമാക്കുക. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഇത് പറയുക. കിടക്കുന്നതിന് മുന്നേയും വെളുപ്പം കാലത്ത് എഴുന്നേൽക്കുന്ന സമയത്തും പകലും എല്ലാം നിങ്ങൾക്കിത് പറയാവുന്നതാണ് കേട്ടോ. ഇറ്റ്സ് എ പ്രെയർ, ഇറ്റ്സ് എ മിറാക്കിൾ പ്രെയർ. അതിന് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നന്ദി പറയുകയാണ്, നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് സോറി പറയുകയാണ്, ഇഷ്ടം ഐ ലവ് യു എന്ന് പറയുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിലേക്ക് പാസ് ചെയ്യുമ്പം അതിൻ്റെ എഫക്റ്റുകൾ നമുക്ക് തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തന്നുകൊണ്ടേയിരിക്കും. വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ എൻ്റെ ലൈഫിൽ വളരെയധികം ഡൗൺ ആയിട്ടിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. വളരെയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത സമയം ഉണ്ടായിട്ടുണ്ട്. ഒരാൾ പോലും കൂടെ ഇല്ലാതിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. എന്തിൻ്റെ ജീവിച്ചിരിക്കേണ്ട എന്ന് ഫീൽ ചെയ്ത സമയം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ മെഡിറ്റേഷനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ഒരാൾ പോലും സപ്പോർട്ട് ഉണ്ടാവില്ല. നമ്മുടെ ഹസ്ബൻഡോ ആരും, മക്കളൊക്കെ തീരെ കുഞ്ഞു മക്കളായിരിക്കും. അപ്പം ഒരാളും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ, നമ്മളത് മൈൻഡ് ചെയ്യാൻ പോലും ഉണ്ടാവില്ലാത്ത സമയങ്ങളുണ്ടാവും. നമ്മൾ ഞെട്ടിത്തെറിച്ച് നിന്ന് പോകും. ഇവർക്കൊക്കെ എങ്ങനെ നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ള അതിശയത്തിൽ മാത്രം നമ്മൾ നിന്ന് പോകും. അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ മാത്രം നമ്മൾ തകർന്നു പോകുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളൊട്ടും വിഷമിക്കേണ്ട. നമുക്ക് മെഡിറ്റേഷൻ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ നിന്നൊക്കെ തരണം ചെയ്ത്
മുന്നോട്ട് വരാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സ്റ്റോറി ഞാനൊരു ദിവസം പറയാം എന്നുള്ളത്. അപ്പോൾ കുറേ കൂടി നിങ്ങൾക്ക് വിശ്വാസമാകും, കുറേ കൂടി ആളുകൾ ഇതിൽ വിശ്വസിച്ച് മുന്നോട്ട് വരും. കാരണം അത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. സ്ട്രെസ്സാണ്, ഡിപ്രഷനാണ്, ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ചിന്തകളൊക്കെ മാറ്റി നല്ല രീതിയിലേക്ക് മനസ്സിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതല്ലേ വേണ്ടത്?